നമുക്ക് ഓർഗൻസയിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത്, എംബ്രോയ്ഡറി വർക്കും ബോർഡറിൽ ആപ്ലിക് വർക്കും കൂടെ ചെയ്ത് വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷനാണ്. 3280 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. നല്ല ഡിഫറെൻറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഓരോ കളേഴ്സായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു പേസ്റ്റൽ ഗ്രീൻ ടോൺ. ഇത് സാരി നമ്പർ 1 ആണ് കേട്ടോ. ഒരു ഗ്രീൻ, പേസ്റ്റൽ ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡ്. അതിനകത്ത് ഓൾ ഓവർ ദ ബോഡി, ഇത് ഓർഗൻസയിൽ വന്നിരിക്കുന്ന സാരീസാണ്. ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ എംബ്രോയ്ഡറി വർക്കും, എന്നിട്ട് 2 ബോർഡറിലും ഇതേപോലെ ആപ്ലിക് വർക്കും കൂടെയാണ് വന്നിരിക്കുന്നത്. സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് 2 ബോർഡേഴ്സും. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ഹാഫ് ആയിട്ടാണ് ഇതിനകത്ത് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഉടുത്ത ഒതുങ്ങി നിൽക്കുന്ന ഓർഗൻസയാണ്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ, ബ്ലൗസ് പ്ലെയിൻ ആണോ? അല്ല, ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും നമുക്ക് ഇതേപോലെ ഈ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സെയിം വർക്ക് തന്നെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ആപ്ലിക് വർക്ക് ഇല്ലേ, അത് തന്നെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ 2 സൈഡിലും ആയിരിക്കും, കാരണം ഈ സൈഡും കൂടെ ഒന്ന് നോക്കിയേക്കട്ടെ. 2 സൈഡിലും, 2 സ്ലീവിലും കൊടുക്കാനുള്ളത് 2 സൈഡിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാറ്റേൺ ഇതേപോലെ തന്നെയാണ് എല്ലാ സാരീസിൻ്റെ. ഇത് സാരി നമ്പർ 1 ആണ്. നമുക്ക് എല്ലാത്തിനും നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു കളറും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് സാരി നമ്പർ 5, ഇതൊരു ഗ്രീനാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് സാരി നമ്പർ 5 ആണ്, ഞാനത് അന്നേരം കാണിക്കാം. ഇപ്പോൾ ഈ 2 ഗ്രീൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഡിഫറൻസ് കാണിച്ചു തന്നാൽ. ഇത് 5, ഇതാണ് സാരി നമ്പർ 1, പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്. അടുത്ത് വരുന്നത് അതിൻ്റെ ഒരു ലാവൻഡർ ഷെയ്ഡ്. ലാവൻഡർ സാരി നമ്പർ 2, സെയിം പാറ്റേൺ തന്നെ ഉണ്ടോ. ഇതേപോലെ ആപ്ലിക് വർക്കും സ്കാലപ്പ് വർക്കും ഒക്കെ ചെയ്ത് ഫുൾ ബോഡിയിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്കും. സാരി നമ്പർ 2. സാരി നമ്പർ 3 ഫുൾ വിടർത്തണ്ട, പീച്ച്. സാരി നമ്പർ 3 പീച്ച് ഷെയ്ഡ്. സാരി നമ്പർ 3 പീച്ച്. സാരി നമ്പർ 4 നല്ലൊരു പിങ്ക് ഷെയ്ഡ്. സാരി നമ്പർ 4 പിങ്ക്, നല്ല ഭംഗിയുള്ള പിങ്കാണ്. സാരി നമ്പർ 5 ഞാൻ ആദ്യം കാണിച്ച ഗ്രീൻ അല്ലേ, സാരി നമ്പർ 5 ഗ്രീൻ. ഇതും ഒരു പേസ്റ്റൽ ഗ്രീൻ്റെ ഒരു ടോൺ തന്നെയാണ്. സാരി നമ്പർ 6 വരുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു ചാമ്പങ്ങ പഴുത്തൊരു കളറില്ലേ, ആ കളറാട്ടോ. സാരി നമ്പർ 6 അല്ലേ. സാരി നമ്പർ 7 നോക്കി, നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ. സാരി നമ്പർ 7 നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡ്. സാരി നമ്പർ 8 വരുമ്പോൾ ഒരു പീച്ചും ബ്രൗണും കൂടെ ചേർന്നൊരു ഷെയ്ഡ്, ഒരു ചെറിയ ബ്രൗണും കൂടെ ബ്ലെൻഡായിട്ടുള്ളൊരു പീച്ച്. സാരി നമ്പർ 8. സാരി നമ്പർ 9 ഒരു ലൈറ്റ് ക്രീം. സാരി നമ്പർ 9 ലൈറ്റ് ക്രീം. സാരി നമ്പർ 10 വരുമ്പോഴും അതേപോലെ തന്നെ ഒരു ബ്രൗണും ഡസ്റ്റി പീച്ചും കൂടെയൊക്കെ ചേർന്ന ഒരു ഷെയ്ഡ്. ആദ്യം കാണിച്ച ഷെയ്ഡിനേക്കാൾ ഒരല്പം കൂടെ ഡാർക്കാണ് ഈ ഷെയ്ഡ്, അത്രയേ ഉള്ളൂ. അടുത്തത് സാരി നമ്പർ ലാസ്റ്റ് സാരി നമ്പർ 11 നോക്കിയേ. ഇതിൻ്റെയൊക്കെ കളറുണ്ടല്ലോ, ഇതൊക്കെ ഒരു പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, പിങ്കും പേജും ഒരു ഡസ്റ്റി പിങ്ക് എന്നൊക്കെ പറയാം, അതേപോലെയുള്ളൊരു ഷെയ്ഡാട്ടോ. വീഡിയോയിൽ കറക്റ്റ് അല്ലേ മോനെ? ഈ പേപ്പർ മാറ്റിക്കോ, ആ പേപ്പർ ഇരിക്കുമ്പോൾ അതിനകത്തൊരു വൈറ്റ് ഷെയ്ഡ് കയറി വരും, ഉണ്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഓർഗൻസ സാരീസിൻ്റെ കളക്ഷൻ. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്